നമസ്കാരം. ഇന്നാണ് ആ ദിവസം, അതായത് 2025 മെയ് 6 എം ജിയുടെ വിൻസർ എന്ന് പറയുന്ന വാഹനം 38 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കോട് കൂടി 332 കിലോമീറ്റർ ARI സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ചോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന ആ ഒരു വാഹനം അതിനുശേഷം ഏകദേശം 8 മാസങ്ങൾ കഴിഞ്ഞ് 2025 മെയ് 6 ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. എം ജി വിൻസർ പ്രോ എന്ന് പറയുന്ന 52.9 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കോട് കൂടിയിട്ടുള്ള വലിയൊരു വാഹനം എന്ന് പറയുന്നത് സൈസ് അനുസരിച്ചിട്ടല്ല, ഇതിൻ്റെ റേഞ്ച് അനുസരിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിളിന് ഒരു സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റിയിലേക്ക് എത്താനുള്ള ദൂരം തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ 460 കിലോമീറ്ററോളം ക്ലെയിം ചെയ്തിട്ടുമുണ്ട്. ആക്ച്വലി 400 കിലോമീറ്റർ ലഭിക്കും എന്നാണ് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ റിയൽ വേൾഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ക്ലെയിംഡ് എഫിഷ്യൻസിയോട് ഏകദേശം സിമിലറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷനിലായിക്കോട്ടെ, അത് മാത്രമല്ല സ്പെസിഫിക്കേഷനിലായിക്കോട്ടെ വലിയ ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ കുറച്ചധികം ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുമുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, വെഹിക്കിൾ ടു വെഹിക്കിൾ എന്ന് പറയുന്ന നമ്മൾ നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഫീച്ചർ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്ന മറ്റൊരു ഫീച്ചർ, ഇതൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. വെഹിക്കിൾ ടു വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജ് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നിന്നും ചാർജ് മറ്റുള്ള വെഹിക്കിളിന് അല്ലെങ്കിൽ മറ്റേ ഇലക്ട്രിക് വെഹിക്കിളിന് സപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. വെഹിക്കിൾ ടു ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെഹിക്കിളിൻ്റെ ബാറ്ററിയിലെ ചാർജ് മറ്റൊരു എക്യുപ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. എഡാസിൻ്റെ പ്രൊവിഷൻ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ്. നെക്സോൺ എന്ന് പറയുന്ന വാഹനത്തിന് നല്ലൊരു കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള 38 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് നിലനിൽക്കും. അതിനോട് പാരലായിട്ടായിരിക്കും 52.9 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള ഈ ഒരു പുതിയ മോഡൽ വരുന്നത്. 332 കിലോമീറ്ററാണ് 38 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൽ അവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എങ്കിൽ ഈ വരാൻ പോകുന്ന എം ജിയുടെ വിൻസർ പ്രോ എന്ന് പറയുന്ന മോഡലിന് ഏകദേശം 460 മുകളിലായിരിക്കും കമ്പനി ക്ലെയിം ചെയ്യാൻ പോകുന്ന റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ പവറും ടോർക്ക് ഫിഗേഴ്സൊക്കെ ഓൾമോസ്റ്റ് സിമിലറായിട്ട് നിലനിൽക്കാനാണ് സാധ്യത. കാരണം 136 BHP ആണ് ഇതിൻ്റെ മോട്ടോർ ജനറേറ്റ് ചെയ്യുന്ന പവർ. മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 Nm ടോർക്കാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം എം ജിയുടെ വാഹനങ്ങൾക്കായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യുന്ന റേഞ്ചും ആക്ച്വൽ റേഞ്ചും തമ്മിൽ വലിയ അന്തരമില്ല എന്നുള്ളതാണ്. ടാറ്റയുടെ വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സർവീസ് എന്ന് പറയുന്നത് മച്ച് ബെറ്റർ ദാൻ ടാറ്റ എന്ന് പറയാം. കാരണം ടാറ്റ വാഹനങ്ങളുടെ സർവീസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏത് വാഹനം, എത്ര നല്ല മികച്ച വാഹനമായിക്കോട്ടെ, പ്രോപ്പറായിട്ടൊരു സർവീസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാഹനം വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ ആയിരിക്കും. കാരണം അത് റോട്ടിലിറങ്ങിയാൽ മാത്രമാണ് ആ വാഹനത്തിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നേരിടാനുള്ള സാധ്യതയുള്ളൂ. കാരണം അത് എപ്പോഴും വീട്ടിൽ തന്നെ കടന്നിട്ടുണ്ടെങ്കിൽ അതൊരു സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കാർ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് കാറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയൊരു ടെക്നോളജിയിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു വാഹനം വാങ്ങിക്കുകയാണ്, ഇലക്ട്രിക് കാർ വാങ്ങിച്ചു കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അതേ വിലയ്ക്ക് അതിനേക്കാൾ മികച്ച ടെക്നോളജിയിലുള്ള വാഹനങ്ങൾ വരാൻ പോകുന്നു എന്നൊരു സാധ്യതയും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. 2025 മെയ് 6 അതായത് ഇന്ന് ഈ ഒരു വാഹനം എം ജി വിൻസർ പ്രോ അൺവീൽ ചെയ്യാൻ പോവുകയാണ്. നല്ല വ്ളോഗ്സുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.